നമസ്കാരം. പുതിയ അധ്യയന വർഷം ആരംഭിച്ച് ഒരു മാസമാകാറായിട്ടും ഇന്ത്യൻ സ്കൂളുകളിൽ പാഠപുസ്തകങ്ങൾ എത്തിയിട്ടില്ല. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ UAE-യിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒമാനി പൗരന്മാരുടെ ട്രാഫിക് പിഴകൾ ഒഴിവാക്കും. നീണ്ടകാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഒമാനിൽ വീണ്ടും സ്റ്റേജ് പരിപാടികൾ സജീവമാവുകയാണ്. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. Gulf Updates Oman, brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange. പുതിയ അധ്യയന വർഷം ആരംഭിച്ച് ഒരു മാസമാകാറായിട്ടും ഇന്ത്യൻ സ്കൂളുകളിൽ പാഠപുസ്തകങ്ങൾ എത്തിയില്ല. ഇതോടെ വിവിധ ഇന്ത്യൻ സ്കൂളുകൾക്ക് ഈ ഇനത്തിൽ വന്നത് ലക്ഷങ്ങളുടെ നഷ്ടമാണ്. വിദ്യാർത്ഥികൾക്കായുള്ള പഠനഭാഗങ്ങൾ ഫോട്ടോ കോപ്പി എടുത്ത ഇനത്തിലാണ് ഇത്രയും തുക ചിലവായത്. ടെൻഡർ എടുത്ത മസ്കറ്റിലെ ഏജൻസിയുടെ അനാസ്ഥയാണ് പുസ്തക വിതരണത്തിലെ കാലതാമസത്തിന് കാരണമെന്നാണ് വിവിധ ഇന്ത്യൻ സ്കൂളുകളുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. ഏകദേശം 2 വർഷങ്ങൾക്ക് മുൻപാണ് പുസ്തക വിതരണത്തിന് കേന്ദ്രീകൃത സംവിധാനം ബോർഡ് സ്വീകരിക്കുന്നത്. 3 പ്രൊമോട്ടർ സ്കൂൾ ഒഴികെ 18 സ്കൂളുകളിലേക്കും പുസ്തക വിതരണം എളുപ്പത്തിലാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. എന്നാൽ തുടക്കത്തിൽ തന്നെ ഇക്കാര്യത്തിൽ കല്ലുകടികൾ നേരിട്ടു. കഴിഞ്ഞ വർഷത്തെ പുസ്തക വിതരണം മോശമായിരുന്നു. ഇത്തരം അനാസ്ഥ നിലനിൽക്കെയാണ് വീണ്ടും ഈ കമ്പനിക്ക് തന്നെ പുസ്തക വിതരണം നൽകുന്നത്. സ്കൂളുകൾ നേരിട്ട് വാങ്ങിയ സമയത്താണ് മാർച്ചോടെ തന്നെ പുസ്തകങ്ങൾ ലഭിച്ചിരുന്നു. പുസ്തക വിതരണത്തിൽ മുൻപരിചയമില്ലാത്ത കമ്പനിയെ ഏൽപ്പിച്ചതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും ചിലർ ചൂണ്ടിക്കാണിക്കുന്നു. ടെൻഡർ വിളിച്ചതിന് ശേഷം പുസ്തകങ്ങളുടെ പ്രിന്റ് വിലയിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ സ്കൂളിന് നൽകുന്ന കമ്പനിക്കാണ് വിതരണത്തിനുള്ള അവകാശം നൽകാറുള്ളത്. എന്നാൽ മസ്കറ്റിൽ നിന്ന് ഈ ഒരു കമ്പനി മാത്രമാണ് ടെൻഡറിൽ ഉണ്ടാകാറുള്ളത്. ഡൽഹിയിലെ സമരവും മറ്റുമാണ് പുസ്തകമെത്തിക്കാൻ വൈകുന്നത് എന്നാണ് ടെൻഡർ എടുത്ത കമ്പനി പറയുന്നത്. അതേസമയം കമ്പനി പുസ്തക വിതരണം ആരംഭിച്ചിട്ടുണ്ടെന്നും ഈ ആഴ്ചയോടെ തന്നെ പൂർത്തിയാക്കുന്നതുമാണെന്ന് ഇന്ത്യൻ സ്കൂൾ ബോർഡ് ചെയർമാൻ ശിവകുമാർ മാണിക്യം ഗൾഫ് മാധ്യമത്തോട് പറഞ്ഞു. സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് അൽ സയ്യിദിന്റെ UAE സന്ദർശനത്തിന് പിന്നാലെ ഒമാനി പൗരന്മാർക്ക് സന്തോഷ വാർത്ത. 2018 മുതൽ 2023 വരെയുള്ള 5 വർഷത്തെ ട്രാഫിക് പിഴകൾ റദ്ദാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ബിസിനസ് ആവശ്യത്തിനും വിനോദസഞ്ചാരത്തിനും മറ്റു കാര്യങ്ങൾക്കുമെല്ലാം ആയിരക്കണക്കിന് ഒമാൻ രജിസ്ട്രേഷൻ വാഹനങ്ങൾ ഓരോ വർഷവും UAE-യിൽ വന്നുപോകുന്നുണ്ട്. പലർക്കും ട്രാഫിക് നിയമന ലംഘനങ്ങൾക്ക് പിഴ ലഭിക്കാറുമുണ്ട്. ഇത്തരക്കാർക്ക് വലിയ ആശ്വാസമാണ് ഈ പ്രഖ്യാപനം. അതേസമയം GCC രാജ്യങ്ങളിൽ ട്രാഫിക് പിഴകൾക്ക് ഏകീകൃത രൂപമാണെന്നും പിഴകളിൽ പരാതിയുള്ളവർക്ക് റോയൽ ഒമാൻ പോലീസ് വഴി നൽകാമെന്നും അധികൃതർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ട്രാഫിക് പിഴ ശരിയല്ലെന്നോ അല്ലെങ്കിൽ ഗതാഗത കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടില്ലെന്നോ തോന്നുകയാണെങ്കിൽ ഇത്തരക്കാർക്ക് റോയൽ ഒമാൻ പോലീസിന്റെ ട്രാഫിക് വിഭാഗം വഴി പരാതികൾ നൽകാവുന്നതാണ്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഒമാനിൽ സ്റ്റേജ് പരിപാടികൾ വീണ്ടും സജീവമായി. കഴിഞ്ഞ ഒക്ടോബറിലെ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തെ തുടർന്ന് ഒമാനിൽ സ്റ്റേജ് പരിപാടികൾക്ക് അംഗീകാരം നൽകിയിരുന്നില്ല. ഇതുമൂലം നേരത്തെ നിശ്ചയിച്ചിരുന്ന നിരവധി സ്റ്റേജ് പരിപാടികൾ നിർത്തിവെക്കേണ്ടതായി വന്നിരുന്നു. ഇതോടെ കലാലോകം നിശബ്ദതയിലുമായിരുന്നു. ഇത് കലാമേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെയും പ്രതികൂലമായി ബാധിച്ചു. സ്റ്റേജ് പരിപാടികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഓഡിയോ വിഷ്വൽ വിഭാഗം, ഇവന്റ് മാനേജ്മെന്റ് കമ്പനികൾ, ഡാൻസ് ട്രൂപ്പുകൾ, സംഗീത ഉപകരണ മേഖലയിൽ ഉള്ളവർ എന്നിങ്ങനെ നിരവധി വിഭാഗങ്ങളെ കലാമേഖലയിലെ നിശ്ചലത്വം ബാധിച്ചു. കോവിഡ് കാലത്തെ പ്രതിസന്ധിക്ക് ശേഷം ഇവന്റ് മേഖല ഉണർന്നെഴുന്നേൽക്കുവാൻ തുടങ്ങുമ്പോഴായിരുന്നു പുതിയ വെല്ലുവിളി. എന്നാൽ സ്റ്റേജ് പരിപാടികൾക്ക് അനുവാദം നൽകാൻ തുടങ്ങിയതോടെ നിരവധി പരിപാടികളാണ് അരങ്ങിലെത്തുന്നത്. അതോടൊപ്പം ഫുട്ബോൾ ടൂർണമെന്റുകളും സ്റ്റേഡിയങ്ങളിൽ നടക്കുന്നുണ്ട്. റമദാൻ കഴിഞ്ഞതോടെ ഹാളുകളും ആംഫി തിയേറ്ററുകളും വൻ ബുക്കിംഗ് ആണ് ഉള്ളത്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നിരവധി പരിപാടികളാണ് അരങ്ങേറുന്നത്. ജോലിയും ശമ്പളവും ഇല്ലാതെ ഒമാനിൽ ദുരിത ജീവിതം നയിച്ചിരുന്ന കോട്ടയം സ്വദേശിനി യമുനയെ ഇൻകാസ് ഒമാൻ പ്രവർത്തകരുടെ സമയോചിത ഇടപെടൽ മൂലം നാട്ടിലെത്തിക്കുവാൻ സാധിച്ചു. നാട്ടിൽ നിന്നുള്ള ട്രാവൽ ഏജന്റാണ് വ്യാജ ജോലി വാഗ്ദാനം നൽകി യമുനയെ ഒമാനിൽ എത്തിക്കുന്നത്. എന്നാൽ ഇവിടെ എത്തിയപ്പോഴാണ് താൻ കബളിപ്പിക്കപ്പെട്ടു എന്ന് യമുന മനസ്സിലാക്കുന്നത്. ജോലിയും ശമ്പളവുമില്ലാതെ മാനസികമായും ശാരീരികമായും തളർന്ന സ്ത്രീയെ തിരികെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടി സഹായം അഭ്യർത്ഥിച്ച് യമുനയുടെ വീട്ടുകാർ KPCC സെക്രട്ടറിയും മുൻ കോട്ടയം DCC പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ടോമി കല്ലാനിയെ സമീപിച്ചു. അദ്ദേഹം അറിയിച്ചതിനെ തുടർന്ന് ഇൻകാസ് ഒമാൻ ഭാരവാഹികൾ വിഷയത്തിൽ ഇടപെടുകയും വൈസ് പ്രസിഡന്റ് നിയാസ് ചണ്ടയാടിന്റെ നേതൃത്വത്തിൽ ഇവരെ തിരികെ എത്തുന്ന പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയുമായിരുന്നു. കനത്ത മഴയിൽ ദാഹിറ ഗവർണറേറ്റിലെ ദങ്ക് വിലായത്തിൽ കാണാതായ എമറാത്തി പൗരന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണെന്ന് നാഷണൽ കമ്മിറ്റി ഫോർ എമർജൻസി മാനേജ്മെന്റ് അറിയിച്ചു. ആധുനിക സംവിധാനങ്ങളടക്കം ഉപയോഗിച്ച് വിവിധ വകുപ്പുകളുമായി ഏകോപിപ്പിച്ചാണ് പരിശോധനകൾ പുരോഗമിക്കുന്നത്. കാണാതായ ആളെ കണ്ടെത്താൻ ബന്ധപ്പെട്ട സംഘങ്ങൾ നടത്തുന്ന തെരച്ചിൽ വിജയിക്കുമെന്ന് NCEM ഉദ്യോഗസ്ഥർ പ്രത്യാശ പ്രകടിപ്പിച്ചു. ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ആഴ്ചയിൽ രാജ്യത്തെ വടക്കൻ ഗവർണറേറ്റുകളിലുണ്ടായ
കനത്ത മഴയിൽ 21 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു. വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം. Gulf Updates Oman, brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.